ഭാരതീയന്റെ അഭിമാനം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾക്കായി കൈനീട്ടിയിരുന്ന ഒരു കാലത്തു നിന്നും ലോകത്തെ ഏറ്റവും മികച്ച ലഘു യുദ്ധവിമാനങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച് ആകാശത്ത് വിസ്മയം തീർക്കുന്ന ഭാരതത്തിലേക്കുള്ള മാറ്റം അത്ഭുതകരമാണ്. ആ മാറ്റത്തിന്റെ പേരാണ് തേജസ്. വെല്ലുവിളികളെ അതിജീവിച്ച പ്രതിസന്ധികളിൽ തളരാതെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി തേജസ് മാർക്ക് 1 വീണ്ടും പറന്നുയരുമ്പോൾ അത് കേവലം ഒരു വിമാനത്തിന്റെ പറക്കലല്ല, മറിച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ വിജയ പ്രഖ്യാപനമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിഭാവനം ചെയ്ത ഒരു സ്വപ്നമായിരുന്നു തേജസ്. എന്നാൽ പല കാരണങ്ങളാൽ വൈകിപ്പോയ ഈ പദ്ധതിക്ക് ജീവശ്വാസം നൽകിയത് കഴിഞ്ഞ 10 വർഷത്തെ നിശ്ചയദാർഢ്യമുള്ള നേതൃത്വമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളുമാണ് തേജസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. 2026 ഫെബ്രുവരിയിൽ ഉണ്ടായ ചെറിയൊരു സാങ്കേതിക തടസ്സത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിനായി വിമാനങ്ങൾ നിലത്തിറക്കിയപ്പോൾ വിമർശകർ പലരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ തിരിച്ചടികളെ ഒരു പാഠമായി ഉൾക്കൊണ്ട് പോരായ്മകൾ പരിഹരിച്ച തേജസ് വീണ്ടും ആകാശത്തേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക കരുത്ത് ലോകത്തിന് മുൻപിൽ ഒരിക്കൽ കൂടി തെളിയുകയാണ്. ഈ തിരിച്ചുവരവ് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നീക്കമാണ്. 34 വിമാനങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ച് അവയുടെ ഓരോ സ്പെയർ പാർട്സുകളും സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനം അഭിനന്ദനാർഹമാണ്. കേവലം ഒരു അറ്റകുറ്റപ്പണിയല്ല ഇവിടെ നടന്നത്, മറിച്ച് തേജസിനെ കൂടുതൽ സുരക്ഷിതവും പ്രഹരശേഷിയുള്ളതുമായ ഒരു യന്ത്രമാക്കി മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേജസിൽ നേരിട്ട് പറഞ്ഞത് നാം കണ്ടതാണ്. ഒരു രാഷ്ട്ര തലവൻ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിൽ വിശ്വാസമർപ്പിച്ച് ആകാശയാത്ര നടത്തുന്നത് ആ വിമാനത്തിന്റെ ഗുണമേന്മയ്ക്കും അത് നിർമ്മിച്ച ശാസ്ത്രജ്ഞർക്കും നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് ഇന്ത്യ ഒരു ഗ്ലോബൽ ഡിഫൻസ് ഹബ്ബാക്കി മാറ്റുക എന്ന അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. തേജസ് മാർക്ക് 1 പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഏതൊരു ആധുനിക യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നതാണെന്ന് കാണാം. ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ സംവിധാനവും അത്യാധുനിക SR റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും തേജസിനെ ശത്രുക്കൾക്ക് പേടി സ്വപ്നമാക്കുന്നു. നിലവിൽ വിരമിക്കുന്ന പഴയകാല MiG-21 വിമാനങ്ങൾക്ക് പകരം തേജസ് എത്തുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാവുകയാണ്. 42 സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം നീങ്ങുകയാണ്. 83 വിമാനങ്ങൾക്കായി ആദ്യം നൽകിയ ഓർഡറിന് പിന്നാലെ വീണ്ടും 97 വിമാനങ്ങൾക്കായി ഓർഡർ നൽകാനുള്ള തീരുമാനം ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് നൽകുന്ന ഉണർവ് ചെറുതല്ല. എഞ്ചിൻ വിതരണത്തിൽ അമേരിക്കൻ കമ്പനിയെ ജനറൽ ഇലക്ട്രിക്കിൽ നിന്നുണ്ടായ കാലതാമസത്തെ പോലും ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഭാവിയിൽ സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നത് ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. തേജസ് ഇന്ന് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മലേഷ്യയും അർജന്റീനയും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത തേജസിനായി താല്പര്യപ്പെടുന്നു എന്നത് നമ്മുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിജയം തന്നെയാണ്. ഓരോ തവണ തേജസ് ആകാശത്തേക്ക് ഉയരുമ്പോഴും അത് ഓരോ ഭാരതീയന്റെയും നെഞ്ചിലെ ആവേശമാണ്. വെല്ലുവിളികൾ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവയെല്ലാം ചവിട്ടുപടികളാക്കി മാറ്റി ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിന്റെ പതാക പാറിക്കാനാണ് നാം ശ്രമിക്കുന്നത്. സാങ്കേതിക മികവും സൈനികരുടെ വീര്യവും ഒത്തുചേരുമ്പോൾ തേജസ് എന്നും ഇന്ത്യയുടെ അഭിമാനമായി ആകാശത്ത് ജ്വലിച്ചു നിൽക്കും. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ് തേജസ്. ഇനി ആകാശത്ത് ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങട്ടെ, ഭാരതത്തിന്റെ കരുത്ത് ലോകമറിയട്ടെ. ഇനി ഈ കുതിപ്പിന് പിന്നിൽ 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പുണ്ട്, കഠിനാധ്വാനമുണ്ട്, അതിലുപരി തളരാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യമുണ്ട്. എന്നാൽ തേജസിന്റെ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. തിരിച്ചടികളും പരിഹാസങ്ങളും സാങ്കേതിക തടസ്സങ്ങളും നിറഞ്ഞതായിരുന്നു ഇതിന്റെ ഭൂതകാലം. 1980കളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വിരമിക്കുന്ന MiG-21 വിമാനങ്ങൾക്ക് പകരമായി ഒരു തദ്ദേശീയ യുദ്ധവിമാനം എന്ന സ്വപ്നം ഇന്ത്യ കണ്ടു തുടങ്ങുന്നത്. 1984 തേജസ് തുടക്കം കുറിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പല വിധത്തിലുള്ള സാങ്കേതിക പ്രതിസന്ധികളാണ് നാം നേരിട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ കാലമായിരുന്നു അത്. നമ്മുടെ പക്കൽ വേണ്ടത്ര എഞ്ചിൻ സംവിധാനങ്ങളോ ഡിജിറ്റൽ സംവിധാനങ്ങളോ അന്നുണ്ടായിരുന്നില്ല. കൃത്യമായ ഫണ്ടിന്റെ അഭാവവും ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളും കാരണം തേജസ് പദ്ധതി ഇഴഞ്ഞു നീങ്ങി.
പതിറ്റാണ്ടുകളോളം ഫയലുകളിൽ വിശ്രമിച്ച ഈ പദ്ധതി ഒരു പരാജയമാകുമെന്ന് പലരും പരിഹസിച്ചു. വിദേശ വിമാനങ്ങൾ വാങ്ങുന്നതിലായിരുന്നു അന്നത്തെ ഭരണകൂടം കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കഥ മാറി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കീഴിൽ തേജസ് പദ്ധതിക്ക് വലിയ ഊർജമാണ് ലഭിച്ചത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന സാങ്കേതിക വിദ്യകൾ പരിശീലിക്കാനും എഞ്ചിനീയർമാർക്ക് ആത്മവിശ്വാസം നൽകാനും മോദി സർക്കാർ കാണിച്ച നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കുകയും സൈന്യത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തതോടെ തേജസ് ചിറകു വിരിക്കാൻ തുടങ്ങി. മോദി സർക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ മുൻഗണന നൽകിയത് ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കുന്നതിനാണ്. തേജസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതിക തകരാറുകളും സുരക്ഷാ പ്രശ്നങ്ങളുമായിരുന്നു. ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടവും തുടർന്നുണ്ടായ അന്വേഷണങ്ങളും കാരണം 34 വിമാനങ്ങൾ താൽക്കാലികമായി നിലത്തിറക്കേണ്ടി വന്നത് വലിയൊരു തിരിച്ചടിയായിരുന്നു. വിമാനത്തിന്റെ ഹാർഡ് ലാൻഡിംഗും എഞ്ചിൻ ഫീഡ് പ്രശ്നങ്ങളും വിമർശകർക്ക് ആയുധമായി. തേജസ് സുരക്ഷിതമാണോ എന്ന ചോദ്യം ഉയർന്നു. എന്നാൽ മോദി സർക്കാരിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വെല്ലുവിളിയെ ഒരു അവസരമായി ഏറ്റെടുത്തു. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നവും പരിഹരിക്കാൻ പകലും രാത്രിയും ഇന്ത്യൻ എഞ്ചിനീയർമാർ അധ്വാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തേജസിൽ പറന്നുകൊണ്ട് ലോകത്തിന് ഒരു സന്ദേശം നൽകി. ഇത് ഭാരതത്തിന്റെ കരുത്താണ്, ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാഷ്ട്രതലവൻ ഇത്തരത്തിൽ ഒരു യുദ്ധവിമാനത്തിൽ വിശ്വാസമർപ്പിക്കുന്നത് ആ പദ്ധതിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഊർജം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും തേജസ് ദൗത്യം പുനരാരംഭിക്കുമ്പോൾ അത് വിമർശകർക്കുള്ള മറുപടി കൂടിയാണ്. അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകൾ നൽകാൻ വൈകിയപ്പോൾ പോലും നയതന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ത്യ അതിനെ മറികടന്നു. ഇപ്പോൾ സ്വന്തമായി കാവേരി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും പൂർണ്ണ വേഗതയിൽ നടക്കുന്നു. വെറും ഒരു വിമാനമല്ല ഇന്ന് തേജസ്, അത് ഇന്ത്യയുടെ സാമ്പത്തികവും സൈനികവുമായ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ്. ഇന്ന് പല രാജ്യങ്ങളും തേജസിനായി ക്യൂ നിൽക്കുന്നത് നാം കണ്ടു. ദുബായ് എയർ ഷോയിൽ തേജസ് നടത്തിയ അഭ്യാസങ്ങൾ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തി. മുൻകാലങ്ങളിൽ ഇന്ത്യയെ പുച്ഛിച്ചവർ ഇന്ന് ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ അംഗീകരിക്കുകയാണ്. 83 വിമാനങ്ങൾക്കായി ആദ്യം ഓർഡർ നൽകിയ സർക്കാർ ഇപ്പോൾ 97 മാർക്ക് 1A ജെറ്റുകൾ കൂടി വാങ്ങാൻ തീരുമാനിച്ചത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. 1980കളിൽ തുടങ്ങിയ മുടന്തി നീങ്ങിയ ഒരു പദ്ധതിയെ ലോകം അംഗീകരിക്കുന്ന യുദ്ധവിമാനമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടുകൂടിയാണ്. മിഗ് വിമാനങ്ങൾക്ക് പകരമായി തേജസ് എത്തുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങായി വർദ്ധിക്കുന്നു. വെല്ലുവിളികളെയും അപകടങ്ങളെയും അതിജീവിച്ച തേജസ് വീണ്ടും പറന്നുയരുമ്പോൾ അത് ഒരു വിമാനത്തിന്റെ മാത്രം വിജയമല്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസത്തിന്റെ വിജയമാണ്. പോരായ്മകൾ പരിഹരിച്ച കരുത്ത് വർദ്ധിപ്പിച്ച തേജസിനെ ആകാശത്തേക്കാക്കും. ആധുനിക ഇന്ത്യയുടെ പ്രതീകമായി ലോകത്തിന് മുൻപിൽ തലയുയർത്തി തേജസ് കുതിക്കുകയാണ്. തേജസിന്റെ ഈ രണ്ടാം വരവ് വെറും ഒരു സാങ്കേതിക തിരിച്ചുവരവല്ല, ഇത് നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാം കണ്ട സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം എത്രത്തോളം അനിവാര്യമാണെന്ന് തേജസ് എന്ന ഈ അഗ്നിശലഭം തെളിയിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തടസ്സങ്ങളും എഞ്ചിൻ വിതരണത്തിലെ പ്രതിസന്ധികളും ഇടയ്ക്കുണ്ടായ ചെറിയ അപകടങ്ങളും വിമർശകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകിയിട്ടുണ്ടാകാം. എന്നാൽ അവരൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുന്നതാണ് പുതിയ ഇന്ത്യയുടെ ശൈലി. മോദി സർക്കാർ ഈ പദ്ധതിക്ക് നൽകിയ തണലും ആത്മവിശ്വാസവുമാണ് ഇന്ന് ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഒരു ഡിഫൻസ് എക്സ്പോർട്ടായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആകാശത്ത് തേജസ് വിസ്മയം തീർക്കുമ്പോൾ അത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും ബുദ്ധിശക്തിയുടെയും പൈലറ്റുമാരുടെയും ധീരതയുടെയും ഭാരത സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും അടയാളമാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങളുമായി നമ്മുടെ അതിർത്തി കാക്കാൻ ഭാരതം സജ്ജമായി കഴിഞ്ഞു. തേജസ് മാർക്ക് 1A തുടങ്ങി മാർക്ക് 2 ഇന്ത്യ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ സ്വന്തം ഇടം ഉറപ്പിക്കുകയാണ്. ഇനിയുള്ള കാലം ഇന്ത്യയുടെ ആകാശം ഈ തദ്ദേശീയ പടവാളിന് കീഴിൽ സുരക്ഷിതമായിരിക്കും. വെല്ലുവിളികളെ അവസരമാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം കുതിക്കുകയാണ്. ആ കുതിപ്പിന് കരുത്തായി അഭിമാനമായി തേജസ് ഇനിയും ഉയരങ്ങളിൽ പറക്കും. തേജസ് കേവലം ഒരു യുദ്ധവിമാനമല്ല, മറിച്ച് ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ കാവൽക്കാരൻ കൂടിയാണ്. ഓരോ തവണയും നാം വിദേശത്ത് നിന്ന് വിമാനങ്ങൾ വാങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകിയിരുന്നത്. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് കീഴിൽ തേജസ് നമ്മുടെ മണ്ണിൽ പിറവിയെടുത്തതോടെ ആ വലിയ തുക രാജ്യത്തിന് ലഭിക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ പ്രതിരോധ വിപണിക്ക് നൽകുന്ന ഉണർവ് ചെറുതല്ല. തേജസ് നിർമ്മാണത്തിലൂടെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കാണ് പുത്തൻ ഉണർവ് ലഭിച്ചത്.
ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയുടെ പണം ഇന്ത്യയിൽ തന്നെ നിൽക്കുകയും അത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ മാതൃക പുതിയ ഭാരതത്തിന്റെ സാമ്പത്തിക ദർശനമാണ്. ഏതൊരു വലിയ ലക്ഷ്യത്തിന് പിന്നിലും ഉറച്ച ഒരു നേതൃത്വം ഉണ്ടാകും. തേജസ് പദ്ധതിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ ചരിത്രപരമായ ഒന്നായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.